ഹലോ ഹലോ ക്ലീറ്റസ്. ഹലോ ക്ലീറ്റസ്. എടോ പറഞ്ഞു, എനിക്ക് കേൾക്കാം. പറ പറ പറ. എനിക്ക് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ താല്പര്യമുണ്ട്. ഹലോ ക്ലീറ്റസ്, ഇക്കാ കൊച്ചിനപ്പുറത്തെടുത്ത്. നിങ്ങൾക്ക് കുറച്ച് മോളെ പണം തരാൻ അപ്പുറത്താണ്. കഴിയും. എടോ താരത്തിനാണോ എനിക്ക് കാശ് തരണത്? താരം എനിക്ക് കാശിന്റെ കുറവൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ക്ലീറ്റസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ പ്ലീസ്. ഒന്ന് വെച്ചിട്ട് പോടാ അവിടുന്ന്. ചുമ്മാ കാശ് കൊണ്ട് തരാനായിട്ട് ഞാൻ സ്വാമി വരുമല്ലേ. ആ എന്തായി? വലിയ ബാഗൊക്കെ ആയിട്ട് പുതിയ വല്ല കച്ചവടം തുടങ്ങിയ? ഉണ്ടായിരുന്ന കച്ചവടം പൂട്ടി. ഞാൻ 3-4 മാസം വാടക കൊടുക്കാണ്ടായിരുന്നു. ഹസ് ഭാഷ പിടിച്ച് പുറത്താക്കി. അവരൊന്നും അറിയാ. ഏയ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? താമാടും എൻ്റെ റൂമിൽ താമസിക്കും. സൗകര്യങ്ങളൊക്കെ കുറവാ. കാറ്റും മഴയും കൊള്ളില്ല. കൊടുങ്കാറ്റല്ല കേട്ടോ. അല്ലാതെ ബുദ്ധിമുട്ടാവില്ലേ? താൻ വാടും. അടുത്ത മുറി ഇടുമ്പോൾ താൻ മാറിക്കോ. വാ. ആരാ? ഇത് ഗിരി നമ്മുടെ കൂടെ ഉണ്ടാവും. തമ്പി ജോസ്മു നിക്ക്. നമ്മ മൂന്നാളുള്ള ആ ഗിരിനെ വിളിക്കടാ. തിരിച്ചേട്ടാ. അറിയില്ല അറിയില്ല എങ്ങോട്ടെന്നറിയില്ല, എത്തേണ്ടിടമെത്താനായി എവിടേക്കോ പോണോരേ. തെയ്യന്താര 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 തെയ്യന്താര. ജീവിതമെന്നും കയ്യാങ്കളിയോ തെയ്യന്താര, നമ്മോടിന്നീ കയ്യാങ്കളി ഇത് ചെയ്യണതാര. അറിയില്ല അറിയില്ല എങ്ങോട്ടെന്നറിയില്ല, എത്തേണ്ടിടമെത്താനായി എവിടേക്കോ പോണോരേ. അവിടാരോ പറയുന്നേ ഇവിടെത്താൻ പാടാണേ. അങ്ങാറാരേ അങ്ങാറാരേ രാരേ 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 രണ്ടേ രാരേ രണ്ടേ രാരേ രാരേ രണ്ടേ രാരേ രണ്ടേ രാരേ രാരേ. അടിതെറ്റോരാനാ ഗതികിട്ട പുലിയോ, അടിതെറ്റോരാനാ പടകൂടാൻ പോരുമ്പോ കുഴലൂതി കേട്ടപ്പോ മരമായി പോയേ. ഗതികിട്ട പുലിയോ കടികൂടാൻ പോവുമ്പോ നഖമെല്ലാം ഊരിപ്പോയി പുലിവാലായേ. അറിയില്ല അറിയില്ല എന്താണെന്നറിയില്ല. തെയ്യന്താര 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 തെയ്യന്താര. ജീവിതമെന്നും കയ്യാങ്കളിയോ തെയ്യന്താര, നമ്മോടിന്നീ കയ്യാങ്കളി ഇത് ചെയ്യണതാര. പിടിയെല്ലാം മുറുകുന്നേ, കുടയെല്ലാം നിവരുന്നേ, അതിരില്ലാതളവില്ല സ്വപ്നം പോലെ. അതിരെല്ലാം മായാനായി മതിലെല്ലാം മറയാനായി, സ്വപ്നത്തെ സ്നേഹിക്കാം സ്വപ്നം കാണാം സ്വപ്നം കാണാം സ്വപ്നം കാണാം. അറിയില്ല
അറിയില്ല എങ്ങോട്ടെന്നറിയില്ല എത്തേണ്ടിടമെത്താനായി എവിടേക്കോ പോണോരെ അവിടാരോ പറയുന്നേ ഇവിടെത്താൻ പാടാണേ ജീവിതമെന്നും കയ്യാങ്കളിയോ ദയ്യന്താരാ നമ്മോടിന്നീ കയ്യാങ്കളിയിൽ ചേച്ചി പറഞ്ഞ എനിക്ക് മനസ്സിലായി. ഇത്ര പെട്ടെന്ന് വേണ്ടിവരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. മോൻ്റെ എൻട്രൻസ് റിസൾട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും 5-8 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. വിദ്യാഭ്യാസ ലോണൊക്കെ കിട്ടും. പക്ഷേ ഈ ലോണെന്ന് കേൾക്കുമ്പോഴേ ഒരു പേടിയാ. പേടിക്കണം. ക്ലീറ്റസേ, എങ്ങനെയായാലും ഇത് കൊടുക്കേണ്ടി വരും. 1-2 ആൾക്കാരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേഗമാക്കണം നമുക്ക്. ഇവിടെയും വേറെ ബ്രോക്കർമാരുണ്ട്, ഞാൻ അവരോടും പറയാം. ചേച്ചി ധൈര്യമായിട്ട് പോകും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ശരി. ഓ അവര് പറഞ്ഞതിൽ കാര്യമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗിരിയെ? ഹലോ ഹലോ ക്ലീറ്റസ്, ആരാ? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഫ്രീ കാര്യം ആണെങ്കിൽ പറ. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. എനിക്കുണ്ട് ക്ലീറ്റസ് പ്രശ്നങ്ങൾ. നമ്മൾ തമ്മിലൊന്ന് മീറ്റ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ താങ്കൾ എന്റെ കാര്യം നോക്കണേ. ക്ലീറ്റസ് എനിക്കും കൂടെ ഉപകാരമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്. നമ്മളൊന്ന് മീറ്റ് ചെയ്താൽ ചിലപ്പോ മേലാണ് ആവശ്യമില്ല എന്റെ ഫോണിൽ വിളിച്ചേക്കരുത്. ഒന്ന് വെച്ചിട്ട് പോയി. ക്ലീറ്റസ്, ഞാൻ ശ്രീകുമാർ. ഡാഡി, ഫോൺ. ഹലോ. എങ്ങനെ പോയാലും ഒരു 4 മാസത്തെ ഒഴിവുണ്ടാവില്ലേ? അപ്പൊ അതിനുള്ളിൽ പോകേണ്ടി വരൂലേ? പോണ്ടി വരും. ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, എന്തെങ്കിലും വഴിയുണ്ടാവും. എന്തേ ഫോൺ എടുക്ക്. എടുക്കടോ. അല്ല, ഇപ്പോൾ എടുക്കണ്ട, ശരിയാവില്ല. കാശ് കൊടുക്കാനുള്ളതാണല്ലോ ഞാൻ സംസാരിക്കാം. കുഴപ്പമില്ല. ആടോ. ഹലോ. ഹലോ ഗിരിയേട്ടാ. എന്നാണല്ലോ? ഹലോ ഗിരിയേട്ടാ. ഞാൻ നിന്നെ വിളിച്ചോളാം. അതെ അതെ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ. ഞാനൊരു എന്താടോ, കാശ് വാങ്ങിച്ച പെണ്ണുങ്ങൾ വല്ലതും ആണോ? കാശ് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ശ്രീധനോട്ടാണെന്ന് മാത്രം. ഗിരിജാണ് കല്യാണം കഴിഞ്ഞതാ, എന്നിട്ടൊന്ന് പറയാണ്ടിരുന്നേ. മനഃപൂർവ്വം പറയാതിരുന്നതാണ്. അവളവളുടെ വീട്ടിലാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് അവളോട് പ്രശ്നമൊന്നുമില്ല. അവളുടെ വീട്ടുകാരായിട്ട് ചെറിയ പ്രശ്നം. എനിക്ക് നാളെ രാവിലെ ഒന്ന് അവിടം വരെ പോകണം. കച്ചവടം ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ 4-5 കച്ചവടം ഒരുമിച്ചാ കൊണ്ടുപോണത്. എന്നിട്ട് എന്താ, ഒരു കുഴപ്പമില്ല. ഇതിനൊക്കെ മിടുക്ക് വേണം, മിടുക്ക്. മിടുക്കിന്റെ കാര്യമൊന്നും ആരും പറയണ്ട. സ്ത്രീധനം കിട്ടിയ പൈസ കൊണ്ടല്ല അളിയൻ കച്ചവടം നടത്തണത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ഞാൻ അതിട്ട് കളിച്ച്. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? കടം അത്രയല്ലേ ഉണ്ടായുള്ളൂ. അങ്ങനെ ഒരു കടക്കണി കിടക്കാൻ എന്റെ പെങ്ങളെ കിട്ടില്ല. വേണ്ട, ഞാൻ അംബാനിയാന് ശേഷം വീട്ടിൽ കൊണ്ട് നാക്കിയാൽ മതി. അവൻ പറയുന്നതിൽ കാര്യമില്ലേ ഗിരി? എന്ത് കാര്യം? നിങ്ങൾ എനിക്ക് ചാന്ദിനിയെ കല്യാണം കഴിച്ച് തരുമ്പോ എനിക്ക് 1 രൂപ കടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കടമൊക്കെ വരുത്തി വെച്ചത് ഞങ്ങളാണോ? ഞാൻ ഇതുവരെ എന്ത് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാ നിങ്ങളോടൊക്കെ ആലോചിച്ചിട്ടാണ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതാത് സമയത്ത് നിങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ഹോട്ടൽ ബിസിനസ്സിലാണ്. അത് അളിയെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തുടങ്ങി, അല്ലെങ്കിൽ തുടങ്ങില്ലായിരുന്നു. ഇപ്പൊ കുറ്റമൊക്കെ എനിക്കായി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല. പിന്നെ കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല. ഇവക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ വന്നു. അളിയോ, ഒരു കാര്യം പറഞ്ഞോട്ടെ. പോകുന്നതൊക്കെ കൊള്ളാം. ആ ശ്രീകാന്തിന്റെ പൈസ കൊടുക്കുന്നില്ലേ? അളിയ, ആ ശ്രീകാന്തിനെ എനിക്കറിയാം. ഞങ്ങൾ അവന്റെ കാശ് കൊടുത്തിരിക്കും. പൊട്ടളിയാ. പിന്നെ
കടം ഇന്ന് വരും നാളെ പോവും. പക്ഷെ പണം പറയാൻ പറ്റില്ല എപ്പോ പോകുന്നു. ദൈവം ഇതൊക്കെ കൂടി പോവും.